പൂവിൻ്റെ പുത്തൻ വിശേഷത്തിലേക്ക് ഏവർക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. പിന്നെ സച്ചിയും രേവതിയും തമ്മിലുള്ള പിണക്കമൊക്കെ മാറി. അപ്പം ചന്ദ്രമതിക്ക് ഭയങ്കര വിഷമമൊന്നുണ്ട്. കാരണം ചന്ദ്രമതി വിചാരിച്ചത് രണ്ടുപേരും തമ്മിൽ അടിച്ച് പിരിയും, ഒരാഴ്ചക്കുള്ളിൽ രേവതിയുടെ വീട്ടിൽ പോകും എന്നൊക്കെയുള്ളൊരു പ്രതീക്ഷയിലിരുന്നതാണ്. അങ്ങനെ നടക്കാത്തത് ചന്ദ്രമതിക്കൊരു സങ്കടമൊക്കെ ഉണ്ട്. അങ്ങനെ രേവതി ഒരു ദിവസം പൂക്കച്ചവടത്തിന് പോകുമ്പോൾ ദേവ് വിളിക്കുന്നു, ചേച്ചി എവിടെയാ? ചേച്ചി ഹോസ്പിറ്റലിൽ വരണം. എന്തിനാ മോളെ വരുന്നത്? അമ്മയ്ക്ക് എന്തെങ്കിലും സുഖമില്ലാത്ത ആയോ എന്ന് രേവതി ചോദിക്കുന്നുണ്ട്. അല്ല, ഇവിടെ കുറച്ച് പൂവ് വേണം, ഒരു 5 മുഴം പൂവായിട്ട് ചേച്ചി ഇങ്ങോട്ട് വരാൻ പറയുകയാണ്. രേവതി പറയണം, അതാണോ കാര്യം? ഞാൻ അകപ്പാടെ ഭയന്നു പോയി. അങ്ങനെ രേവതിയാണെങ്കിൽ ഹോസ്പിറ്റലിലോട്ട് ചെല്ലുകയാണ്. അപ്പം ദേവ് ഇറങ്ങി വരികയാണ്. അന്നേരം ചോദിക്കുകയാണ്, എന്തിനാ മോളെ പൂവ് എന്തിനാ? ഇവിടെ എന്നും ദൈവത്തിന് ചാർത്താനാ, ചേച്ചി എന്നും കൊണ്ടുവരേണ്ട വരും. ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഈ കാര്യങ്ങളങ്ങ് അറിഞ്ഞ് ഇങ്ങനെ എന്നും മാല വേണമെന്നുള്ള കാര്യം. അപ്പം ഞാൻ വിചാരിച്ചു ചേച്ചിക്ക് ഓർഡർ പിടിച്ച് തരാമെന്ന്. മോളാണെങ്കിൽ അമ്മയുടെ അടുത്ത് പറഞ്ഞാൽ പോരെ, അമ്മയ്ക്ക് കുറച്ച് പൈസ കിട്ടുമല്ലോ. ഓ, അമ്മയെ കൊണ്ട് ഇനി അതൊന്നും ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ തന്നെ ഇനി അമ്മ ജോലിയൊന്നും ചെയ്യേണ്ട, ഞാനുണ്ടല്ലോ, എനിക്ക് ജോലിയുണ്ടല്ലോ. അപ്പം ഇനി അമ്മ കുറച്ച് നാൾ വിശ്രമിക്കട്ടെ, അമ്മയുടെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. അതുപോലെ തന്നെ ചേച്ചിയാണെങ്കിൽ എല്ലാ മാസവും വീട്ടിലേക്ക് കൊണ്ടുവരുമല്ലോ പൈസ, അതിനി വേണ്ട, എനിക്കൊരു ജോലിയായില്ലേ ചേച്ചി, ഞാൻ നോക്കിക്കോളാം. ചേച്ചിയുടെ കാര്യങ്ങളും നോക്ക്. ഇത്രയും നാളെ ഞങ്ങൾക്ക് വേണ്ടിയല്ലേ ചേച്ചി ജീവിച്ചത്, ഇനിയെങ്കിലും ചേച്ചി സ്വന്തം കാര്യത്തിൽ ജീവിക്കുക എന്ന് പറയണം. അപ്പോൾ രേവതിക്ക് ഭയങ്കര സങ്കടമൊക്കെ ആവുന്നുണ്ട്. രേവതി പറയാണ്, എനിക്ക് സന്തോഷമായി, എല്ലാവർക്കും സ്വന്തമായിട്ട് ജോലിയൊക്കെ കിട്ടുമ്പോൾ അവരവരെ കാര്യം മാത്രമേ നോക്കത്തുള്ളൂ. പക്ഷേ മോൾ അങ്ങനല്ലല്ലോ, ഞങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നല്ലോ, അതിൽക്കൊക്കെ വലിയൊരു സന്തോഷം ഇല്ല എന്നൊക്കെ പറഞ്ഞ് രേവതിക്ക് ഭയങ്കര സന്തോഷമൊക്കെ ആവുന്നുണ്ട്. ദേവ് പറയണം, ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വലിയ ഫംഗ്ഷൻ നടക്കും, അന്നേരം ഞാൻ പൂവ് ഓർഡർ ചെയ്യുന്നുണ്ട് ചേച്ചിയുടെ കയ്യിൽ നിന്ന് തന്നെ, അപ്പം വലിയ ഓർഡർ ആയിരിക്കും എന്നൊക്കെ പറയാണ്. അപ്പോൾ രേവതി പറയാണ്, നീ മിടിക്കുകയാണല്ലോ, ഇതിൻ്റെ ഇടയ്ക്ക് നീ ബിസിനസ്സും കൂടെ നടത്തുന്നുണ്ടല്ലോ എന്ന് പറയാണ്. അപ്പം അങ്ങനെ അവർ രണ്ടുപേരും സന്തോഷിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ശ്രുതിയെ കാണുന്നത്. ശ്രുതി ഒരു സിസ്റ്റർമാരുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ദേവ് പറയുന്നത്, ശ്രുതി ചേച്ചിയാണല്ലോ, ശ്രുതി ചേച്ചി എന്തിനാ വന്നേ? അപ്പോഴത്തേക്ക് ശ്രുതിയാണെങ്കിൽ ഡോക്ടറിനെ കാണാൻ അകത്തേക്ക് കയറി പോവാണ്. അത് രേവതി പറയാം, ഏതെങ്കിലും ഡോക്ടറിനെ കാണാൻ വന്നതായിരിക്കും. അല്ല, 2-3 ദിവസത്തിന് മുമ്പ് ഞാൻ കണ്ടായിരുന്നു. എന്താ, കൺസീവ് ആവാൻ വേണ്ടി വല്ലതും വന്നതാണോ? അതോ ഇനി അവർ പ്രഗ്നൻ്റ് എങ്ങാണ്ടായിട്ട് ആരോടും പറയാതിരിക്കുകയാണോ ചേച്ചി എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രേവതി പറയാണ്, വേണ്ട, ഇന്നാളൊരു ദിവസം ഇവിടെ വെച്ച് കണ്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞപ്പം തന്നെ അത് വേറെ പ്രശ്നമായി. ഇനിയും ഞാൻ കണ്ടെന്ന് ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ അത് ശരിയാവത്തില്ല. എന്നിട്ട് ചേച്ചി ഒന്ന് ചോദിച്ചു എന്തിനാ വന്നതെന്ന്. ഞാൻ ചെന്ന് ചോദിച്ചിട്ട് വേണം അവൾ ഉടനെ വീട്ടിൽ ചെല്ലുമ്പം പറയാം ഞാൻ ചോദിച്ചെന്ന്. എന്തിനാവശ്യമില്ലാത്ത പ്രശ്നത്തിന് പോകുന്നതെന്ന് രേവതി പറയാണ്. ദേവുവിന് സംശയം. ദേവ് പറയാണ്, അങ്ങനെ അങ്ങ് വിടാൻ പറ്റത്തില്ല ചേച്ചി, എന്തോ കാര്യമുണ്ട്. ഈ ഇടയ്ക്കിടയ്ക്ക് എന്തിനാ ആശുപത്രി വരുന്നത്? അവരൊന്ന് ക്യാരിങ് ആയിരിക്കും, എന്നിട്ട് അവരാരോടും പറയാതിരിക്കുകയായിരിക്കും, എന്തായാലും ഒന്ന് അറിയണമല്ലോ എന്നും പറഞ്ഞ് ദേവ് അങ്ങോട്ട് പോരുകയാണ്. അപ്പം രേവതി പിടിച്ചെടുത്ത്, വേണ്ട മോളെ, ആവശ്യമില്ലാത്ത കാര്യത്തിൽ പോകണ്ട, ചേച്ചി ഒന്ന് അടങ്ങിയേ, ഞാൻ പോയെന്ന് ചോദിച്ചിട്ട് കേട്ടോ, സിസ്റ്ററിൻ്റെ ചോദിച്ചാൽ കാര്യം അറിയാമെന്നും പറഞ്ഞ് സിസ്റ്ററിൻ്റെ എടുത്തിട്ട് പോവുകയാണ്. അവിടെ ചെല്ലുമ്പോൾ സിസ്റ്ററിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ആ ശ്രുതി എന്ന പേഷ്യൻറ്റ് എന്തിനാ വന്നത്? അപ്പോൾ അവർ പറയുന്നത് ഡോക്ടറിനെ കാണാൻ. അതേ മനസ്സിലായി, എന്താ കാര്യം? അതെന്തിനാ താൻ തിരക്കുന്നത്? താൻ അക്കൗണ്ട് സെക്ഷനിലെ കാര്യം മാത്രം തിരക്കിയാൽ പോരെ, എന്തിനാ പേഷ്യൻറ്റിൻ്റെ കാര്യം തിരക്കുന്നത്? അത് എൻ്റെ ഒരു റിലേറ്റീവാണ്, ശ്രുതി എന്നല്ലേ പേര്, ഭർത്താവിൻ്റെ പേര് സുധീഷ്, കറക്റ്റ് അല്ലേ എന്ന് ചോദിക്കുകയാണ്. കറക്റ്റ് തന്നെ, നിങ്ങൾ റിലേറ്റീവ് ആണെങ്കിൽ അവരുടെ അടുത്ത് തന്നെ ചോദിച്ചാൽ പോരെ. അല്ല, ഒരു സംശയം കൊണ്ട് ചോദിച്ചതാണെന്ന് പറയാണ്. അത് അവർ രണ്ടാമത് ക്യാരിങ് ആവാനുള്ള എന്തോ ടെസ്റ്റ് നടത്താൻ വന്നതാണ്. രണ്ടാമത് ക്യാരിങ്, രണ്ടാമത്തെ ക്യാരിങ്ങിന് അത് നേരത്തെ ഒരു ടെസ്റ്റ് നടത്തിയത്, ഇനി അതിൻ്റെ തുടർച്ചയായി വേറെ എന്തോ ടെസ്റ്റും കൂടെ നടത്താറുണ്ട്. അപ്പം രണ്ടാമത്തെ പ്രഗ്നൻസിക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിന് വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റാണ് ആ കുട്ടി ചെയ്യാൻ വേണ്ടിയാണ് എന്ന് സിസ്റ്റർ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം ദേവ് ഇങ്ങനെ നിൽക്കുകയാണ്, എന്താ വല്ല കുഴപ്പമുണ്ട്? ഒന്നുമില്ല എന്ന് പറയാണ്. അങ്ങനെ നേരെയാണെങ്കിൽ രേവതി ഇവിടെ കാത്തിരിക്കുകയാണ്. രേവതി അടുത്തോട്ട് വരികയാണ്, ചേച്ചി അവർ കൺസീവ് ഒന്നുമല്ല, ഞാൻ അന്നേരം പറഞ്ഞില്ലേ നിനക്കെല്ലാവരും സംശയം, ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ ഇടപെടാൻ പോകേണ്ട കല്ലോ കാര്യം ഉണ്ടായിരുന്നു. അവർ രണ്ടാമത്തെ പ്രഗ്നൻസിക്ക് വേണ്ടിയാണ് വന്നത്. രണ്ടാമത്തെ പ്രഗ്നൻസിയോ? അപ്പം ദേവ് പറയണം, അതേ ചേച്ചി, അപ്പോൾ അവർ നേരത്തെ കല്യാണം കഴിച്ച് അതിലൊരു കൊച്ചും കാണും. അവരാണെങ്കിൽ സുധിയേട്ടനെയും സച്ചേട്ടൻ്റെ വീട്ടുകാരെ മൊത്തത്തിൽ പറ്റിച്ചത്. അവർ ഒരു കള്ള ലക്ഷണമുണ്ട്, ഒരു കള്ളിയാന്നൊക്കെ ദേവ് പറയാണ്. ആ കള്ളിയെ വേണമെങ്കിൽ ഇപ്പം കയ്യോടെ പൊക്കാ ചേച്ചി എന്ന് പറയണം. അപ്പോൾ രേവതി പറയണം, വേണ്ട, ഇത് കേട്ടിട്ട് തന്നെ തല ഇറങ്ങുന്നു മോളെ. അവളോട് നമ്മളിപ്പോൾ ഇത് ചോദിച്ചു കഴിഞ്ഞാൽ അവൾ വേറെ എന്തെങ്കിലും കാരണം പറഞ്ഞ് നമ്മളെ കുറ്റക്കാരാക്കൂ എന്ന് പറയാണ്. ഇവരാണ്, ചേച്ചി എന്തായാലും ഈ കാര്യം വീട്ടിലറിയിക്കണം, ഇവരെ കള്ളത്തരം അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റത്തില്ലല്ലോ, ഇവരെ കള്ളത്തരം എന്താണെന്ന് നമുക്കറിയണം എന്ന് പറയാണ്. അപ്പോൾ രേവതി ഇങ്ങനെ ഞെട്ടിത്തിരിച്ചിരിക്കുകയാണ്. രേവതി വണ്ടിയായിട്ട് വീട്ടിലോട്ട് ചെല്ലുമ്പോൾ ഇത് തന്നെ ആലോചിച്ചാണ് ചെല്ലുന്നത്. അപ്പോൾ സമയത്ത് സച്ചിയാണെങ്കിൽ എങ്ങാണ്ട് ഓട്ടത്തിന് പോകാനായിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ സച്ചി പറയാണ്, രണ്ടാമത്തെ പ്രസവം അല്ലേ, ഞാൻ ദാ വരുന്നത് എന്നും പറഞ്ഞ് വണ്ടിയിലേക്ക് വന്ന് കയറുമ്പോൾ രേവതി ഇങ്ങനെ ബോധമില്ലാതെ വണ്ടി കൊണ്ട് നിർത്തിയാണ്. ഇത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. രേവതി സച്ചി പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം രണ്ടാമത്തെ പ്രസവമാണെങ്കിൽ ആദ്യം ഒരു കുട്ടി കാണുമല്ലോ. അപ്പോൾ രേവതി പറയാം, അപ്പോൾ ശ്രുതിക്ക് ആദ്യം ഒരു കുട്ടിയുണ്ടോ?
എന്ന് ഇങ്ങനെ ആലോചിച്ച് പതുക്കെ പതുക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരികയാണ്. അപ്പോൾ സച്ചിയാണെങ്കിൽ ഇങ്ങോട്ട് വന്നിട്ട് ചോദിക്കുകയാണ്, എനിക്ക് കയറിയപ്പോൾ നീയാന്നോടി കള്ളു കുടിക്കുന്നത് എന്ന് രേവതി ചോദിക്കുകയാണ്. അല്ല സച്ചേട്ടൻ എന്താ ചോദിച്ചേ? ഏയ് ഒന്നുമില്ല, എന്ത് ഈ പിറുപിറുത്തോണ്ട് കിടക്കുന്നത്? അല്ല സച്ചേട്ടാ, രണ്ടാമത്തെ കുട്ടി ഉണ്ടെന്ന് പറഞ്ഞാൽ ആദ്യം ഒരു കുട്ടി ഉണ്ടായിരിക്കുമല്ലോ. ചെറിയ ഉണ്ടായിരിക്കും. ആണോ എന്നൊക്കെ രേവതി ഒരു ബോധമില്ലാത്ത പോലെ നടക്കുകയാണ്. അങ്ങനെ സച്ചി അങ്ങ് പോകണം. അങ്ങനെ അകത്തേക്ക് രേവതി കയറി വരുമ്പം ചന്ദ്രമതി ഇങ്ങനെ രേവതിയെ ഓരോന്ന് ചോദിക്കുന്നുണ്ട്. രേവതി ഇതൊന്നും അറിയുന്നില്ല. രേവതി ഇങ്ങനെ ഒന്നും ആലോചിക്കാതെ ഇങ്ങനെ നടക്കുകയാണ്. രേവതി ഇപ്പോഴും ശ്രുതിക്ക് ഒരു കുഞ്ഞും കൂടെ ഉണ്ടെന്നുള്ള ഒരു ഷോക്കിൽ തന്നെ നടക്കുകയാണ്. ചന്ദ്രമതി ദേഷ്യപ്പെടുകയാണ്. നിനക്കെന്താ ചെവി വെക്കാൻ വയ്യ? നിനക്ക് പൊട്ടാണോ? ഏത് ലോകത്താണ് നടക്കുന്നതെന്നൊക്കെ ചോദിച്ച് ചന്ദ്രമതി ചൂടാവുകയാണ്. രേവതി അന്നേരവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ കുട്ടി, അപ്പോൾ ആദ്യത്തെ കുട്ടിക്ക് അപ്പോൾ ആദ്യം ഒരു കുഞ്ഞുണ്ട് എന്നൊക്കെ ഇങ്ങനെ പിറുപിറുത്തോണ്ട് കിടക്കുന്നത്. അപ്പോൾ ചന്ദ്രമതി ചോദിക്കുകയാണ്, നിനക്കെന്താ വട്ടായോ എന്ന് ചോദിച്ചിട്ട് ചന്ദ്രമതി ദേഷ്യപ്പെടുകയാണ്. ടെൻഷൻ അടിച്ച് ഇങ്ങനെ എന്തെന്നറിയാതെ ഇങ്ങനെ നടന്നപ്പോൾ വർഷയാണെങ്കിൽ നമ്മളെ രേവതിയെ പിടിച്ചെടുത്തുന്നുണ്ട്. എന്താ ചേച്ചി, എന്ത് പറ്റി? എന്തോ കുഴപ്പമുണ്ട് ചേച്ചിക്ക്? എന്തെങ്കിലും ടെൻഷൻ മനസ്സിലുണ്ടോ? എന്താന്ന് എന്നോട് പറ എന്ന് ചോദിക്കണം. അവസാനം പറയാതിരിക്കാൻ പറ്റാതെ രേവതി പറയാണ്, ഞാനിന്ന് ദേവുവിൻ്റെ ഹോസ്പിറ്റലിൽ പോയായിരുന്നു. അവിടെ വെച്ച് ശ്രുതിയെ കണ്ടായിരുന്നു. ശ്രുതി എന്നെ കണ്ടില്ല. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിൽ ശ്രുതി വരുന്നുണ്ടെന്ന് ദേവ് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ സിസ്റ്റർ അടുത്ത് കാര്യം അന്വേഷിച്ചപ്പോൾ ശ്രുതി വരുന്നത് കൺസീവ് ആവാനാണെന്ന് പറയുകയാണ്. അപ്പം വർഷ പറയണം, അത് നല്ല കാര്യമല്ലേ ചേച്ചി, പിന്നെ എന്താ ചേച്ചിക്ക് ഇത്ര ടെൻഷൻ? അത് ശ്രുതി വരുന്നത് രണ്ടാമത് കൺസീവ് ആവാനാണെന്ന്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് വർഷം ഞെട്ടുക തോന്നുന്നു. രണ്ടാമത് കൺസീവ് ആവാനോ? അതിന് ശ്രുതി ചേച്ചിക്ക് കൊച്ചുങ്ങളില്ലല്ലോ. അതാ മോളെ, ശ്രുതി ആദ്യമായിട്ടല്ലേ പ്രഗ്നൻ്റ് ആവാൻ പോകുന്നത്. അപ്പം അതിനു മുമ്പ് ശ്രുതിക്കൊരു കുഞ്ഞുണ്ടെന്നല്ലയോ അതിൻ്റെ അർത്ഥം എന്ന് രേവതി ചോദിക്കണം. അപ്പോൾ വർഷം ഞെട്ടുവാണ്. അതാണല്ലോ ചേച്ചി, ഇനി ശ്രുതി ചേച്ചി എല്ലാവരെയും പറ്റിച്ചതാണോ? എന്താ കാര്യം എന്നൊന്നും അറിയാൻ വയ്യല്ലേ. ഇത് തന്നെ മോളെ എൻ്റെയും ടെൻഷൻ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുകയാണ്. ഇതൊക്കെയാണ് ഇനി വരാൻ പോകുന്ന വിശേഷം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണേ.